12ാം ക്ലാസ് പരീക്ഷയിൽ മകന്റെ വിജയം ആഘോഷിക്കാൻ കർണാടകയിലെ ഷിമോഗയിൽ നിന്ന് കാശ്മീരിലെത്തിയ കുടുംബം. വിവാഹം കഴിഞ്ഞ് മധുവിധു ആഘോഷത്തിനെത്തി ദിവസങ്ങൾ മാത്രം ഒന്നിച്ചു ജീവിച്ചവർ. അച്ഛൻ വെടിയേറ്റു വീഴുന്നത് കണ്ട മകൾ, സഹോദരങ്ങൾ വീഴുന്നത് കണ്ടുനിന്ന സഹോദരങ്ങൾ. വരണ്ട കണ്ണുകൾക്ക് പിന്നിലെ കഥകൾ വ്യത്യസ്തമാണ് ദുരന്തഭൂമിയിൽ. ഒരു ദശാബ്ദത്തിനിടയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്നത്. തന്റെ അധീനതയിൽ, തന്റെ അധികാരത്തിൽ ഇനി മേലിൽ പാകിസ്ഥാൻ ഒരാക്രമണത്തിന് മുതിരില്ല, അതിന് അനുവദിക്കില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി മോദി എന്തുത്തരമാണ് ഈ നിഷ്ഠൂരതയ്ക്ക് നൽകാൻ പോകുന്നത്? വിനോദസഞ്ചാരത്തിനായി എത്തിയ നിരായുധരായ യാത്രക്കാരെ അതിക്രൂരമായി കൊന്നുതള്ളി. കാശ്മീരിൽ നിലനിന്നിരുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതോടെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എളുപ്പം പരിഹരിക്കാമെന്ന BJPയുടെ ചിന്തയ്ക്കുള്ള പ്രഹരം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വയം ഒരു വർഗീയ അജണ്ട എടുത്തണിയുന്ന BJPക്കും സംഘപരിവാറിനും സ്ഥിതിഗതികൾ വഷളാക്കുകയല്ലാതെ പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ അവർക്ക് താല്പര്യമില്ല എന്നതാണ് വസ്തുത. മതം പറഞ്ഞു നടത്തുന്ന വിഘടനവാദവും അതിന്റെ ഭാഗമായ വർഗീയതയും ഭീകരവാദമല്ലെന്നാണോ ഇനി മോദി പറയാൻ പോകുന്നത്? വിനോദസഞ്ചാരം ഉൾപ്പെടെ ശക്തിപ്പെടുന്നതും കാശ്മീരിലെ ജനങ്ങൾക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതും വിഘടനവാദികളുടെയും ഭീകരവാദികളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അതിനാൽ കൂടിയാണ് ഈ അരും കൊലകൾ അവിടെ അരങ്ങേറിയിരിക്കുന്നതും. BJP ഭരിക്കുമ്പോൾ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കശ്മീരിൽ 2016 ഉറി ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. 2016 തന്നെ പഠാൻകോട്ട് വ്യോമസേനാ താവളം ആക്രമണം, 7 പേർ കൊല്ലപ്പെട്ടു. 2017 7 പേർ കൊല്ലപ്പെട്ട അമർനാഥ് തീർത്ഥാടക ആക്രമണം. 2019 പുൽവാമ ആക്രമണം, കൊല്ലപ്പെട്ടത് 41 പേർ. 2024 റിയാസി തീർത്ഥാടക ആക്രമണം, 10 പേർ കൊല്ലപ്പെട്ടു. 2025 ഇതാ പഹൽഗാം ആക്രമണം, രേഖപ്പെടുത്തിയിരിക്കുന്നത് 29 മരണം. ഇത് മാത്രമോ? ഒരു ഭാഗത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം നടക്കുമ്പോൾ മറുഭാഗത്ത് പാകിസ്ഥാന് വേണ്ടി നടക്കുന്നത് ചാരപ്രവർത്തനമാണ്. അടുത്തിടെ നമ്മൾ വായിച്ച ചില വാർത്തകളായിരുന്നു പാക് ചാരവൃത്തി കേസിൽ BJP നേതാവായ മനോജ് മണ്ഡലിനെ മധ്യപ്രദേശ് ATS അറസ്റ്റ് ചെയ്തു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ BJP കൗൺസിലർ അടക്കം 11 RSSകാർ മധ്യപ്രദേശിൽ അറസ്റ്റിൽ. പാക് ചാരവൃത്തി കേസിൽ BJPയുടെ IT സെൽ അംഗമായ ധ്രുവ് സക്സേനയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ത്യൻ സൈന്യത്തിന്റെ തന്ത്രപ്രധാന വിവരങ്ങൾ ചൈനയ്ക്ക് ചോർത്തി നൽകിയതിന് RSS നിയന്ത്രണത്തിലുള്ള വിവേകാനന്ദ ഫൗണ്ടേഷന്റെ സജീവ പ്രവർത്തകനായ രാജീവ് ശർമ്മ അറസ്റ്റിൽ. മോദി അധികാരത്തിൽ വന്ന ശേഷം കാശ്മീരിൽ നടക്കുന്ന ഓരോ ആക്രമണവും വോട്ടാക്കി മാറ്റുകയല്ലാതെ അത് തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നത് വ്യക്തതയുള്ള കാര്യമാണ്. അതിസുരക്ഷ എന്ന് നാൾക്കുനാൾ മോദി വാചാലനാകുമ്പോഴും ഭീകരരുടെ സാന്നിധ്യം എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? പഹൽഗാം ഭീകരാക്രമണം അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്നല്ല. ഈ ഭീകരാക്രമണത്തെ കേന്ദ്ര സർക്കാർ എങ്ങനെ നേരിടുന്നു എന്നറിയാനാണ് മരണപ്പെട്ട സഹോദരങ്ങൾക്കായി കണ്ണീരൊഴുക്കിയ ഇന്ത്യൻ ജനത കാത്തിരിക്കുന്നത്.